This is now full. From here coming this main river, Aragui. Okay. From here also small rivers. Okay. Now we will go up by this road, okay. up beside these mountains. We will go. Udauris. We came from that way, right? No. Okay. Another side. Okay. This is another region we'll go. Okay. This is another mountain region. This is now full. Okay. Because summertime full because Yeah, snow melts. we can see only little barrens. Yeah, but Summertime it will go down. after spring, yeah. No, not end of September, October. After winter time going down. Okay. After spring again will be full. 4 villages was Soviet Union time communists. Okay. They give another place, Jinwali. Now fully green. We end of September, October full of different colors, autumn colors, and very nice. In snow time, do we? 1961. After this, they do many years ago. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ 4 ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 8 മണി ആയിട്ടില്ല, 7:45 ആയിട്ടേ ഉള്ളൂ. ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് പോകുന്നത് ജിൻവാലി ഡാം, പനസൂരി, അതുപോലെ ഗുഡൌരി, അങ്ങനെ കുറേ സ്ഥലങ്ങളിലാണ്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ സ്ട്രീറ്റിലൊന്നും ഒരു തിരക്കുമില്ല. 9 മണിയായി കഴിയുമ്പോൾ ഫുൾ തിരക്കാവും. ഇങ്ങോട്ടാണ് ടിബിലിസിക്ക് പോകുന്നത്. ഇങ്ങോട്ട് നല്ല ട്രാഫിക് ഉണ്ടാവും. ഇത് ഒരു ഔട്ടർ ഏരിയയിലോട്ട് പോകുന്ന റോഡാണ്. മരിയൻ മൈപ്പേ സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര്, ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര്. ഇപ്പോൾ രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഗൈഡ് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളി വരുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. നമ്മളിപ്പോൾ പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടെ തൊട്ടടുത്തൊക്കെ ചെറിയ ഷോപ്പുകളുണ്ട് ബ്രേക്ക്ഫാസ്റ്റായി കിട്ടുന്നത്. ഇവർ ഈ ബ്രെഡ് ടൈപ്പിലുള്ള സാധനങ്ങളാണ് രാവിലെ കഴിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നെങ്കിലും ഉണ്ടോ നോക്കാം. ഇന്നലെ ഈ ഒരു ഷോപ്പ് കണ്ടുവച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അതും ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആകുമ്പോൾ 10 മണിയൊക്കെ ആവും. 10 മണി കഴിയും. ഈ ഒരു ഷോപ്പിൽ കിങ്കാലി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ അവർ ക്ലോസ് ആണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇന്നലെ പോയ ഷോപ്പിൽ പോയി നോക്കാം, അവിടെ എന്തെങ്കിലും കിട്ടും. നമ്മൾ ആദ്യത്തെ ദിവസം ട്രൈ ചെയ്തതാണ് ഈ കിങ്കാലി. അത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്കൂളാണ്. ഇപ്പോൾ വെക്കേഷനാണ്, അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ ഈ ഷോപ്പിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയത്. പക്ഷേ ഇന്ന് ഇവിടെയും തുറന്നിട്ടില്ല. ഇന്നലെ ഞാൻ വരുമ്പോൾ 9 മണിയായി. ഇന്നിപ്പോൾ 8 മണിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഷോപ്പൊന്നും ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ടൊരു 2 കോഫിയും കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങി. ഇതാണ് കോഫി വാങ്ങിയ ഷോപ്പ്. അതിൻ്റെ പേര് തന്നെ 8 o'clock എന്നാണ്. രാവിലെ ഷോപ്പുകളൊന്നും തുറക്കാറില്ല. 10 മണി ആവുന്ന സമയത്താണ്, 10 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് തുറക്കുന്നത്. അപ്പോൾ അവരുടെ ഷോപ്പിൻ്റെ പേര് തന്നെ 8 o'clock എന്നാണ്. രാവിലെ ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് 2 കോഫി അതുപോലെ കുറച്ച് സ്നാക്സും വാങ്ങി. ആ യെല്ലോ ബിൽഡിങ്ങിന് അടുത്താണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. 9 മണി പറഞ്ഞിട്ട് ഇപ്പോൾ 8:15 ആയതുള്ളൂ. നമ്മുടെ ഗൈഡ് എത്തി. ഞാൻ ആ വണ്ടി പുള്ളി പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇതാണ് ഹോട്ടൽ. അവിടെ ഗൈഡ് അവിടെ നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ആയത് 19 ലാറി. 2 കപ്പിച്ചിനാണ്. കപ്പിച്ചിനോയ്ക്കാണ് കൂടുതൽ കാശായത്. ബാക്കി സ്നാക്സൊക്കെ കുറച്ച് ചെറിയ കാശായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പോയ ജ്വാരി മൊണാസ്ട്രിയാണ് നമ്മുടെ വലതുവശത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഇടതുവശത്ത് കാണുന്നത് മസ്കേത്ത പട്ടണമാണ്. നമ്മൾ ടൗൺ വിട്ടിട്ട് ചെറിയ വില്ലേജ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരു കുന്നിൻ ചെരുവ്, അതിൻ്റെ താഴ്ഭാഗത്ത് ചെറിയ വീടിൻ്റെയൊക്കെ ഭംഗി കാണാൻ നല്ല രസമാണ്. ഈ വീടിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ? ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ആദ്യത്തെ സ്പോട്ടിലെത്തും, ജിൻവാലി ഡാമിൽ. വെട്ടറേൻ്റെയൊക്കെ രീതിയൊക്കെ മാറി. വലിയ പല കുന്നുകളൊക്കെ ആയി. വീടുകളൊക്കെ കുറഞ്ഞു. 300 അറാഗ്വൻ മൊനുമെൻ്റ് എന്നാണ് ഈ ഒരു സ്മാരകത്തിൻ്റെ പേര്. 1975 ഒരു യുദ്ധത്തിൽ മരണപ്പെട്ട 300 ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മാരകം പണിതിരിക്കുന്നതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. നമ്മൾ ജിൻവാലി ഡാം എത്താറായി എന്നും ഗൈഡ് പറയുന്നുണ്ട്.
From here coming this main river, Aragui. Okay. From here also small rivers. Okay. Now we will go up by this road, okay. up beside these mountains. We will go. Udauris. We came from that way, right? No. Okay. Another side. Okay. This is another region we'll go. Okay. This is another mountain region. This is now full. Okay. Because summertime full because Yeah, snow melts. we can sometimes see only little barrens. Yeah, but Summertime it will go after down. spring, yeah. No, not end of September, October. After winter time going down. Okay. After spring again, will be full. 4 villages was Soviet Union time, communists. Okay. They give another place, Jin Valley. Now fully green. Ah. We end of September, October, full of different colors, autumn colors, and very nice. In snow time, do we അവിടെ നിൽക്കുമ്പോൾ ഒരു ടൂർ ഗൈഡും അതായത് ഒരു ട്രാവൽസ് നടത്തുന്ന ഒരു ടീം വന്നു. അപ്പോൾ അവിടുത്തെ ഗൈഡ് അവരോട് പറയാണ് 5 മിനിറ്റ് നമുക്ക് സമയമുണ്ട് ഇത് കണ്ടിട്ട് വണ്ടിയിൽ കയറിക്കൊള്ളാൻ. അതാണ് നമ്മളൊരു പ്രൈവറ്റ് ടൂർ ഗൈഡുമായിട്ട് വന്നാൽ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യും. ഒരു ട്രാവൽസിൻ്റെ കീഴിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഇതുപോലെ സമയം തരും. ഓരോ സ്പോട്ടിൽ പോയിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് സമയം തരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് തിരക്ക് പിടിച്ചിട്ട് മുഴുവൻ കാഴ്ചകളും കാണേണ്ടി വരും. ഞാൻ അതുകൊണ്ടാണ് എവിടെ പോയാലും ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് ഗൈഡിനെ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. അതാകുമ്പോൾ അവർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്ലസ് ഉണ്ട് നമ്മളൊരു പ്രൈവറ്റ് ഗൈഡിനെ ബുക്ക് ചെയ്യുമ്പോൾ. പക്ഷേ അത് കോസ്റ്റ്ലിയാണ്, കുറച്ച് കൂടുതലായിട്ട് അവർ ചാർജ് ചെയ്യും. നമുക്ക് കുറച്ച് കാശ് കൂടുതൽ ചിലവും, പക്ഷേ നമുക്ക് സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ട് പോകാൻ പറ്റും. 1961, after this, many years ago. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ 4 ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായിട്ട്. ഇവിടുത്തെ ഈ ഒരു ഊഞ്ഞാൽ ട്രൈ ചെയ്തു. 5 ലാറിയാണ് അവരതിന് ചാർജ് ചെയ്യുന്നത്. നൗ ഫോട്ടോ. Photo? Nice. ഈ അരാഗ് നദിയിലുള്ള ഒരു ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അണക്കെട്ട് ഉണ്ടാക്കിയത്. മസ്കത്ത റീജിയനിലാണ് സിൻവാലി ഡാം സ്ഥിതി ചെയ്യുന്നത്. ടിബിലിസിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരമാണ് ഈ ഡാമിനുള്ളത്. ഇതൊരു ആർക്ക് ഡാമാണ്. നമ്മുടെ ഇടുക്കിയിലുള്ള ഡാമും ആർക്ക് ഡാമാണ്. 1974 നിർമ്മാണം ആരംഭിച്ച് 1985 ഇതിൻ്റെ പണി പൂർത്തി വന്നത്. സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്താണ് ഈ ഒരു ഡാം പണിതിരിക്കുന്നത്. 11.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവാണ് ഡാമിൻ്റെ റിസർവോയറിനുള്ളത്. വൈദ്യുതി നിർമ്മാണം, കൃഷി, കുടിവെള്ളം എന്നിങ്ങനെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡാം നിർമ്മിച്ചത്. ഈ മിലിറ്ററി ഹൈവേയിലുള്ള വ്യൂ പോയിന്റുകളാണ് ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റിയ സ്ഥലം. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നടന്ന ജോർജിയയിലെ മികച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിലൊന്നായിട്ട് ഈ ഒരു ഡാമിനെ കണക്കാക്കുന്നു. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപറ്റ നാട്ടുകാർ അന്ന് ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഡാം പണിത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ഈ 4 വില്ലേജുകളിൽ ഒരു വില്ലേജിൻ്റെ പേര് ഷിൻവാലി എന്നായിരുന്നു, ഏറ്റവും വലിയ വില്ലേജിൻ്റെ പേര്. ആ ഒരു വില്ലേജിൻ്റെ പേര് തന്നെയാണ് ഇവർ ഈ അണക്കെട്ടിന് കൊടുത്തിരിക്കുന്നത്. ജോർജിയൻ എനർജി ഹോൾഡിംഗ് കമ്പനിയാണ് ഈ ഡാം പ്രവർത്തിപ്പിക്കുന്നത്. ശരിക്കും ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. ജോർജിയയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ടാണ് ഇന്ന് ഈ ഷിൻവാലി ഡാമിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഷിൻവാലി ഡാമിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.